നമസ്കാരം. കേരള വിഷൻ ന്യൂസ് മധ്യാഹ്ന വാർത്ത ആരംഭിക്കുന്നു. വാർത്തകൾ തത്സമയ യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ധന സെസ്സിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. നിയമസഭയിൽ പ്രതിപക്ഷ MLA-മാരുടെ നിരാഹാര സമരം. ഷാഫി പറമ്പിൽ, നജീബ് കാന്തപുരം, മാത്യു കുഴൽനാടൻ, CR മഹേഷ് എന്നിവർ സത്യഗ്രഹമിരിക്കും. നികുതിയെ പാടില്ലെന്ന സമീപനം സ്വീകരിക്കാൻ കഴിയില്ലെന്ന് ധനമന്ത്രി. UDF സർക്കാർ 7 തവണ ഇന്ധന നികുതി കൂട്ടിയിട്ടുണ്ടെന്നും ബാലഗോപാൽ. കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ കുഞ്ഞിനെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെത്തിച്ചു. കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് CWC. മുഖ്യപ്രതി അനിൽകുമാറിനായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കിയോസ്ക് ഡെസ്കിലെ ജീവനക്കാരി രഹനയെയും പ്രതി ചേർത്തു. അന്വേഷണത്തിന് പ്രത്യേക സംഘം. ജഡ്ജിമാരുടെ പേരിൽ കൈക്കൂലി വാങ്ങിയ കേസിൽ സൈബി ജോസിന് തിരിച്ചടി. സൈബിക്കെതിരായ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ആരോപണം ഗുരുതരം, ജുഡീഷ്യൽ സംവിധാനത്തെ ബാധിക്കുന്നത്. അറസ്റ്റിന് തടസ്സമില്ലെന്നും കോടതി. അദാനി വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണി വരെ നിർത്തിവെച്ചു. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ MP-മാർ. തുർക്കിയിൽ ഭൂചലനത്തിൽ മരണം 400 കടന്നു. റിക്ടർ സ്കെയിലിൽ 7.9 രേഖപ്പെടുത്തി. നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തി. രക്ഷാപ്രവർത്തനം തുടരുന്നു. തുടർചലനങ്ങളിൽ സിറിയയിലും കനത്ത നാശനഷ്ടം. തൃശൂരിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അത്യാസന്ന നിലയിലായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് ശ്രീനാരായണപുരം സ്വദേശി ദയാലാൽ. റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി. വാർത്തകൾ വിശദമായി. നികുതി വർധനയ്ക്കെതിരെ പ്രതിപക്ഷം കടുത്ത സമരത്തിലേക്ക്. UDF MLA-മാർ നിയമസഭാ കവാടത്തിൽ സത്യഗ്രഹം ആരംഭിച്ചു. ഷാഫി, നജീബ്, കുഴൽനാടൻ, CR മഹേഷ് എന്നിവരാണ് സത്യഗ്രഹ സമരം ഇരിക്കുന്നത്.